പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. ആൻഡമാൻ കടലിൽ ഗ്യാസ് കണ്ടെത്തി, എണ്ണ കണ്ടെത്തി. 22 ബില്യൺ ബാരൽ ഹൈഡ്രോ കാർബൺ ഫീൽഡ് നമ്മുടെ ഓഫ്ഷോറിൽ ഒളിച്ചിരിക്കുന്നു. ഇന്ത്യ ഖനനം തുടങ്ങാൻ പോകുന്നു. ഇതാണ് കുറച്ചു നാളുകളായുള്ള ചില വാർത്തകൾ. ആൻഡമാനിൽ മാത്രമല്ല, ഇന്ത്യയുടെ കിഴക്കൻ കടലിൽ അൾട്രാ ഡീപ് വാട്ടർ ഡ്രില്ലിംഗ് നടക്കുന്നുണ്ട്. കാക്കിനാഡ ഗോദാവരി ബേസിനിൽ ഹൈഡ്രോ കാർബൺ പോക്കറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മുംബൈ ഹൈയിൽ കൂടുതൽ എണ്ണവാതക നിക്ഷേപങ്ങൾ ഖനനം ചെയ്യാൻ പോകുന്നു. ഒഡീഷയിലെ മഹാനദിയിലും കേരള കൊങ്കൺ ബേസിൻസിലും എണ്ണ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യയെ മാറ്റിമറിക്കുമോ ഈ എണ്ണക്കിണറുകൾ? ഇന്ത്യയും ഒരു എണ്ണ എക്സ്പോർട്ടിംഗ് രാജ്യമാകുമോ? അതിൻ്റെ ഉത്തരം എന്താണെന്നോ? അതെ, ഇന്ത്യക്ക് സ്വന്തം എണ്ണയും പ്രകൃതിവാതകവും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും. പക്ഷേ ഇന്ത്യ ഒരിക്കലും മറ്റൊരു സൗദി അറേബ്യ ആകില്ല. അതിന് താല്പര്യവുമില്ല. കാരണം ഭാവിയിൽ എണ്ണ കുറെ കുഴിച്ചെടുക്കുകയല്ല ഇന്ത്യയുടെ ലക്ഷ്യം. പ്ലാൻ മറ്റൊന്നാണ്. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിലൊന്നാണ് ഇന്ത്യയിൽ എണ്ണയില്ല എന്നത്. യാഥാർത്ഥ്യം പക്ഷേ അതല്ല. ഇന്ത്യക്ക് ഏകദേശം 34 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ സെഡിമെന്ററി ബേസിനുകളുണ്ട്. ഇവയിൽ വലിയൊരു ഭാഗം ഇന്നും പൂർണ്ണമായും ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് പോലുമില്ല. അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ആൻഡമാനിലെ ആഴക്കടൽ, രാജസ്ഥാനിലെ മരുഭൂമികൾ, അസം താഴ്വര, ഗുജറാത്ത് കാവേരി ബേസിൻ, കൃഷ്ണ ഗോദാവരി ബേസിൻ, ഇവിടെയെല്ലാം ഇപ്പോഴും പുതിയ എണ്ണ സാധ്യതകൾ കണ്ടെത്തുന്നു. ഇവിടെയാണ് സമുദ്രമഥനം പദ്ധതിയുടെ പ്രാധാന്യം. പതിറ്റാണ്ടുകളായി പ്രതിരോധ സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിട്ടിരിക്കുന്ന സമുദ്രമേഖലകൾ ചരിത്രത്തിൽ ആദ്യമായി ഇപ്പോൾ എണ്ണ പര്യവേക്ഷണത്തിനായി തുറക്കപ്പെടുകയാണ്. കൃഷ്ണ ഗോദാവരി മേഖലയിലെ അൾട്രാ ഡീപ് വാട്ടർ പദ്ധതികൾ ഇപ്പോൾ 3000 മീറ്ററിലധികം ആഴത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒരു ശക്തമായ അന്തർവാഹിനിയെപ്പോലും തകർക്കാൻ ശേഷിയുള്ള ജലമർദ്ദനത്തിനിടയിൽ ഇന്ത്യ ഇന്ന് എണ്ണയും പ്രകൃതിവാതകവും പുറത്തെടുക്കുകയാണ്. അപ്പോൾ ചോദിക്കാം, ഇന്ത്യക്ക് 100% എണ്ണ സ്വയം പര്യാപ്തത നേടാനാകുമോ? ഇവിടെയാണ് ഒരു യാഥാർത്ഥ്യമുള്ളത്. ഡീസലും പെട്രോളും ഉൾപ്പെടെ പ്രതിവർഷം 230 മില്യൺ മെട്രിക് ടൺ എണ്ണ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് വേണം. പക്ഷേ ആഭ്യന്തര ഉൽപ്പാദനം 30 മില്യൺ മെട്രിക് ടൺ മാത്രമാണ്. 85%-ലധികം ഇറക്കുമതി ചെയ്യണം. നാളെ ഇന്ത്യ ഉൽപ്പാദനം ഇരട്ടിയാക്കിയാലും ഇറക്കുമതി തുടർന്നേ പറ്റൂ. ഉൽപ്പാദനം 3 ഇരട്ടിയാക്കിയാലും ഇറക്കുമതി തുടരും. കാരണം ഇന്ത്യയുടെ ആവശ്യകതയും അതിവേഗം ഉയരുകയാണ്. അപ്പോൾ ഓയിലിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയില്ലാതെ നാം തോൽക്കുമോ? ഇന്ത്യയുടെ ലക്ഷ്യം എല്ലാ എണ്ണയും സ്വന്തം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുക എന്നതല്ല. കാരണം അതൊരു അസാധ്യ ലക്ഷ്യമാണ്. ഇന്ത്യയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തെന്നാൽ പരമാവധി എണ്ണ ആഭ്യന്തരമായി പ്രൊഡ്യൂസ് ചെയ്യുക, അതേസമയം വളരെ വേഗം ഇലക്ട്രിക് വാഹനങ്ങൾ, മെട്രോ റെയിൽ, റെയിൽവേ വൈദ്യുതീകരണം, എഥനോൾ ബ്ലെൻഡിംഗ്, ബയോഫ്യൂവൽ എന്നിവയിലേക്ക് കടക്കുക. സോളാർ, വിൻഡ്, പ്രകൃതിവാതകം, ഗ്രീൻ ഹൈഡ്രജൻ എന്നിങ്ങനെ ഓൾട്ടർനേറ്റ് എനർജി വസൂലാക്കുന്ന കാര്യത്തിൽ ലോകത്തിൻ്റെ മുൻപന്തിയിലെത്തുക. ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പര്യവേക്ഷണങ്ങൾ വിജയിച്ചാൽ 2030 എന്ത് സംഭവിക്കും? ഇന്ത്യയുടെ ഇറക്കുമതി ആശ്രിതത്വം 85%-ൽ നിന്നും 70% വരെ കുറയ്ക്കാം. 2040 EV വിപ്ലവവും ഗ്രീൻ ഹൈഡ്രജനും ഗ്യാസ് അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയും വിജയിച്ചാൽ 50% വരെ എണ്ണ ഇറക്കുമതി കുറയ്ക്കാം. അപ്പോഴേക്കും എണ്ണയുടെ പ്രാധാന്യം തന്നെ കുറയ്ക്കാനാകണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് ഇന്ത്യയുടെ ഊർജ്ജതന്ത്രം. ലക്ഷ്യം ഓയിൽ ഇൻഡിപെൻഡൻസ് അല്ല, എനർജി സോവറിനിറ്റിയാണ്. ഈ 2 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം വലുതാണ്. ഓയിൽ ഇൻഡിപെൻഡൻസ് എന്നാൽ ആവശ്യമുള്ള എല്ലാ എണ്ണയും സ്വന്തം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. എനർജി സോവറിനിറ്റി എന്നാൽ ഒരു ഇന്ധനത്തിനും അടിമയാകാതിരിക്കുക എന്നതും. ഇന്ത്യ രണ്ടാമത്തേതാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് വളരെ നിർണായകമായ മാറ്റമാണ്. കാരണം ഈ നൂറ്റാണ്ടിലെ ഊർജ്ജയുദ്ധം എണ്ണയ്ക്ക് വേണ്ടിയല്ല, ഊർജ്ജ സ്രോതസ്സുകളുടെ വൈവിധ്യത്തിന് വേണ്ടിയാകും. വാസ്തവത്തിൽ ഉയരുന്ന ഊർജ്ജ ആവശ്യകത ഒരു വികസിത സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷണമാണ്. ഈ മാറ്റം രാജ്യത്തുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ സമാന്തരമായ നിരവധി അസാധാരണ നീക്കങ്ങൾ ആരംഭിച്ചത്. ഒരു ഭാഗത്ത് സോളാർ എനർജിയിൽ ലോകത്ത് അതിവേഗം വളരുന്ന രാജ്യമാകുന്നു. നമ്മൾ എന്ത് ചെയ്തെന്നു? 2014-ൽ 3 ഗിഗാവാട്ട് സോളാർ എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ഇന്ന് 180 ഗിഗാവാട്ട് സോളാർ വൈദ്യുതി രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നു. 12 വർഷം കൊണ്ട് 40 മടങ്ങ് വർധന. സോളാർ എനർജിയിൽ ലോകത്തെ ഏറ്റവും വലിയ എനർജി പ്രൊഡക്ഷൻ ഫീൽഡ് ഇന്ത്യയിലാണ് എന്നത്
ഈ മേഖലയിലെ നമ്മുടെ എക്സിക്യൂഷൻ പവറും വേഗതയും അടിവരയിടുന്നു. മറ്റൊരു ഭാഗത്ത് വിൻഡ് എനർജി ടാപ്പ് ചെയ്യുകയാണ് നമ്മൾ. കഴിഞ്ഞ ദശകത്തിനിടെ മാസീവായ ഗ്രോത്താണ് വിൻഡ് എനർജിയിൽ രാജ്യം കൈവരിച്ചത്. 56 ഗിഗാവാട്ട് വൈദ്യുതി ഇന്ന് കാറ്റാടി വഴി ഉൽപ്പാദിപ്പിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ അഡീഷനാണ് രാജ്യം വിൻഡ് എനർജിയിൽ കുറിച്ചത്. 6.1 ഗിഗാവാട്ട്. 4 വർഷത്തിനകം 2030 100 ഗിഗാവാട്ട് വിൻഡ് എനർജി ലക്ഷ്യം വെച്ചാണ് നമ്മുടെ പോക്ക്. മൂന്നാമത് ഗ്രീൻ ഹൈഡ്രജൻ. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഗ്രീൻ ഹൈഡ്രജൻ മഹാശക്തിയായി മാറുകയാണ്. ഇതിനായി രൂപീകരിച്ച നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതിയാണ്. 2030 പ്രതിവർഷം 50 ലക്ഷം മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഈ ദൗത്യം വഴി രാജ്യത്തേക്ക് 8 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപം ആകർഷിക്കപ്പെടുകയാണ്. എണ്ണയും പ്രകൃതിവാതകവും പോലുള്ള ഫോസിൽ ഇന്ധനങ്ങളിലെ ഇന്ത്യയുടെ ആശ്രിതത്വം ഗണ്യമായി കുറയ്ക്കാൻ നമ്മൾ കരുതി വച്ചിരിക്കുന്ന ട്രംപ് കാർഡുകളിൽ ഒന്നാണ് ഗ്രീൻ ഹൈഡ്രജൻ. കാരണം സ്റ്റീൽ നിർമ്മാണം, ഫെർട്ടിലൈസർ നിർമ്മാണം, റിഫൈനറികൾ, ഹെവി ട്രക്കുകൾ, കപ്പൽ ഗതാഗതം, വിമാന ഇന്ധനം എന്നിവയിലെല്ലാം ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കാവുന്ന സാധ്യതയാണ് ഇന്ത്യ കാണുന്നത്. സോളാർ വിപ്ലവത്തിന് ശേഷം ഇന്ത്യ ലോകത്തെ നയിക്കാൻ തയ്യാറെടുക്കുന്ന അടുത്ത വലിയ എനർജി റെവല്യൂഷനാണ് ഗ്രീൻ ഹൈഡ്രജൻ. നാലാമത് എത്തനോളാണ്. നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ തന്ത്രത്തിലെ ഏറ്റവും വിജയകരമായ പദ്ധതികളിലൊന്നാണ് എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാം. ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോൾ പെട്രോളിൽ കലർത്തി ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 12 വർഷം മുമ്പ് വെറും 1.5% മാത്രമായിരുന്ന എത്തനോൾ മിശ്രിതം ഇന്ന് ഇന്ത്യ ഒരു ചരിത്ര നേട്ടത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. 2026 ഏപ്രിൽ 1 മുതൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള പെട്രോൾ പമ്പുകളിൽ വിൽക്കുന്ന പെട്രോളിൽ എത്തനോൾ കലർത്തുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ബയോഫ്യൂയൽ പരിവർത്തന പദ്ധതികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇതുവഴി മാത്രം 245 ലക്ഷം മെട്രിക് ടണ്ണിലധികം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഒഴിവാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇതിലൂടെ 1.7 ലക്ഷം കോടി രൂപയാണ് രാജ്യം വികസന പദ്ധതികൾക്കായി ലാഭിച്ചത്. അഞ്ചാമത് പ്രകൃതിവാതകമാണ്. നമ്മുടെ വൺ നേഷൻ വൺ ഗ്യാസ് ഗ്രിഡ് എന്നത് നിശബ്ദ വിപ്ലവമാണെന്ന് അറിയാമല്ലോ. 2026 ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ ഗ്യാസ് പൈപ്പ് ലൈൻ ശൃംഖല 34,233 കിലോമീറ്ററാണ്. ഇത് ഇന്ത്യയുടെ എനർജി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലൊന്നാണ്. അസം, ഗുജറാത്ത്, രാജസ്ഥാൻ, കൃഷ്ണ, ഗോദാവരി ബേസിൻ, LNG ടെർമിനലുകൾ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന പ്രകൃതിവാതകം ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യ മുഴുവനും ഇപ്പോൾ ഗ്യാസ് മാപ്പിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. വീടുകളിലേക്ക് PNG അഥവാ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ്, വാഹനങ്ങൾക്ക് CNG, ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രകൃതിവാതകം. അങ്ങനെ ഏതാനും വർഷം കൊണ്ട് അസാധാരണമായ പ്ലാനിങ്ങും വിന്യാസവുമാണ് പ്രകൃതിവാതക രംഗത്ത് ഇന്ത്യ ഉണ്ടാക്കിയത്. ലോകത്തെ തന്നെ ഏറ്റവും വിശാലവും സങ്കീർണവുമായ നെറ്റ്വർക്കാണെന്ന് ഓർക്കണം. ഇന്ന് 10,000-ലധികം പുതിയ PNG കണക്ഷനുകൾ ഓരോ ദിവസവും നൽകുന്നു. ആറാമത് ആഴക്കടൽ എണ്ണ. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏഴാമത് ഇലക്ട്രിക് വാഹനങ്ങൾ. ഇന്ന് 1 കോടിയോളം ഇലക്ട്രിക് വാഹനങ്ങളാണ് രാജ്യത്തുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 92 ലക്ഷം EVകൾ. ഒരു തുടക്കം മാത്രമാണിത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിന്യാസത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ചാർജിംഗ് സ്റ്റേഷനുകളാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് ചാർജിംഗ് വിപ്ലവമാണ്. ഇന്ന് 35,000-ലധികം പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നു. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ, ബംഗളൂരു ചെന്നൈ ഹൈവേ തുടങ്ങിയ പാതകളിൽ 40 മുതൽ 50 കിലോമീറ്റർ ഇടവേളകളിൽ ഫാസ്റ്റ് ചാർജറുകൾ ലഭ്യമാക്കുകയാണ് അതിവേഗം. മറ്റൊന്ന്, EV വിപ്ലവത്തിൻ്റെ ഹൃദയം വാഹനങ്ങളല്ല, ബാറ്ററികളാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ എല്ലാ EV ബാറ്ററികളും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചായിരുന്നു. ഇന്ന് സ്ഥിതി മാറുകയാണ്. PLI പദ്ധതിയുടെ ഭാഗമായി ഒല ഇലക്ട്രിക്, റിലയൻസ്, ACC എനർജി തുടങ്ങിയ കമ്പനികൾ ഇന്ത്യയിൽ തന്നെ ഗിഗാ ഫാക്ടറികൾ സ്ഥാപിച്ച് വാണിജ്യ ഉൽപ്പാദനം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ഊർജ പദ്ധതിയിൽ പുതിയ എണ്ണ ഖനനം ചെയ്യുന്നതിന് തുല്യമായ സംഭവമാണ്. ഇവയെല്ലാം വ്യത്യസ്ത പദ്ധതികളല്ല, ഒരേ പ്രശ്നത്തിനുള്ള വ്യത്യസ്ത പരിഹാരങ്ങളായിരുന്നു. വെറുതെ പ്രഖ്യാപിച്ചതല്ല, 5-10 വർഷം കൊണ്ട് ചെയ്ത് കാണിക്കുകയാണ് നമ്മൾ. അതാണ് പുതിയ ഇന്ത്യ. നമ്മൾ 10 വർഷം മുമ്പ് മാത്രം ചെയ്തു തുടങ്ങിയത് ചൈന 30 വർഷം മുമ്പേ തുടങ്ങിയിരുന്നു.
അതുകൊണ്ടാണ് ഇന്നവർ സ്വയം പര്യാപ്തതയിലെത്തിയത്. 35 വർഷം മുന്നേ ചൈന 4 കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? ഒന്നാമത്, ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന വിപണി ചൈന സൃഷ്ടിച്ചു. രണ്ടാമത്, വൻതോതിൽ ആഭ്യന്തര എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. മൂന്നാമത്, റഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഓയിൽ പ്രൊഡക്ഷൻ ഹബ്ബുകൾ സ്വന്തമാക്കി. നാലാമത്, 1990കളിൽ തന്നെ അവരുടെ മാനുഫാക്ചറിംഗ് ഹബ് മാതൃകയിലൂടെ ഭീമമായ എനർജി ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിച്ചെടുത്തു. 35 വർഷം മുമ്പേ ലോകത്തിൻ്റെ ഗതി മനസ്സിലാക്കാനും കൃത്യമായ ലക്ഷ്യത്തോടെ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യാനുമായി. ഇന്ന് ഇന്ത്യ ലോകത്തിലെ വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ്. റിസ്ക് എടുക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. അതുകൊണ്ടാണ് സമുദ്രമഥനം പോലുള്ള വൻകിട പദ്ധതികൾ ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. ഇന്ത്യയുടെ പുതിയ ഹൈഡ്രോ കാർബൺ പോളിസി പ്രകാരം ആഴക്കടൽ ഖനനത്തിൻ്റെ ആദ്യത്തെ 7 വർഷത്തേക്ക് ഗവൺമെൻറ് റോയൽറ്റി ഒഴിവാക്കിയിരിക്കുന്നു. ഇത് എക്സോൺ മൊബിൽ, BP തുടങ്ങിയ അന്താരാഷ്ട്ര ഊർജ്ജ ഭീമന്മാരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയും നമ്മുടെ നികുതി പണം നഷ്ടപ്പെടുത്താതെ തന്നെ ലോകോത്തര സാങ്കേതിക വിദ്യ ഇന്ത്യൻ സമുദ്രങ്ങളിൽ ഓയിൽ പര്യവേക്ഷണത്തിനായി ഉപയോഗിക്കാനും സഹായിക്കുന്നു. ചൈനയ്ക്ക് 3 പതിറ്റാണ്ട് മുന്നേ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് കേന്ദ്രീകൃത ഭരണ സംവിധാനം ഉണ്ടായതുകൊണ്ടാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. എന്നിട്ടും കുറച്ചു നാളുകളായി പലതും ഈ നാട്ടിൽ വേഗത്തിൽ നടക്കുന്നു. അതിലൊന്നാണ് റെയിൽവേയിൽ സംഭവിച്ച മാറ്റം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ ഇന്ത്യൻ റെയിൽവേയെ അപ്പാടെ വൈദ്യുതീകരിച്ച് കളഞ്ഞില്ലേ? അതായത് ഇവിടെയും കാര്യങ്ങൾ നടക്കും. റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയായതോടെ ഓരോ വർഷവും കോടിക്കണക്കിന് ലിറ്റർ ഡീസലാണ് രാജ്യം ലാഭിക്കുന്നത്. ഇത് പുതിയ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയകഥകളിലൊന്നാണ്. കൂടുതൽ സോളാർ, കൂടുതൽ വിൻഡ്, കൂടുതൽ ബാറ്ററി സ്റ്റോറേജ്, കൂടുതൽ ഗ്രീൻ ഹൈഡ്രജൻ, കൂടുതൽ പ്രകൃതിവാതകം, കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ, കൂടുതൽ ആഭ്യന്തര എണ്ണ, കുറഞ്ഞ ഇറക്കുമതി ആശ്രിതത്വം. ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. കാരണം ഭാവിയിൽ വിജയിക്കുന്ന രാജ്യങ്ങൾ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളായിരിക്കില്ല. കുറച്ച് എണ്ണ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വളരുന്ന രാജ്യങ്ങളായിരിക്കും. ആ മത്സരത്തിലാണ് ഇന്ത്യ ഇന്ന് നിൽക്കുന്നത്. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ പുതിയ എണ്ണ തേടിക്കൊണ്ട്, അതേസമയം എണ്ണയുടെ യുഗത്തിന് ശേഷമുള്ള ലോകത്തിനായും തയ്യാറെടുക്കുന്നു. അതാണ് ഇന്ത്യയുടെ 2040 സ്വപ്നം. അതാണ് ലോകം വേണ്ടത്ര ആഘോഷിക്കാത്ത ഇന്ത്യയുടെ ഏറ്റവും വലിയ നിശബ്ദ വിപ്ലവം. 20ാം നൂറ്റാണ്ടിലെ പഴയ എണ്ണക്കളിയിൽ ജയിച്ചല്ല ഇന്ത്യ ഈ യുദ്ധം ജയിക്കാൻ പോകുന്നത്. മറിച്ച് കളിയുടെ നിയമങ്ങൾ തന്നെ മാറ്റിയെഴുതിക്കൊണ്ടാണ്. എണ്ണയെ ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്നും പുതിയ കാല ഊർജം കയറ്റുമതി ചെയ്യുന്ന ഒരു മഹാശക്തിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി ചരിത്രം രേഖപ്പെടുത്തും. ടെയിലൻഡ് കൂടി പറയാം. പെരുകുന്ന ജനസംഖ്യയും രാജ്യത്തിൻ്റെ വിഭവ പരിമിതികളെക്കുറിച്ച് ചിന്തിക്കാതെയുള്ള നമ്മുടെ ഇന്ധന ഉപഭോഗവും ചേർന്ന് നമ്മുടെ സംസ്ഥാനങ്ങളെയും രാജ്യത്തെ ആകെയും എത്തിക്കുന്നത് വലിയൊരു സാമ്പത്തിക വെല്ലുവിളിയിലേക്കാണ്. ഇന്ന് ഇന്ത്യയിലെ നിരത്തുകളിൽ 35 കോടിയിലധികം വാഹനങ്ങളുണ്ടെന്നാണ് കണക്ക്. ഓരോ മാസവും ലക്ഷക്കണക്കിന് പുതിയ വാഹനങ്ങളാണ് വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ 1 ലിറ്റർ പെട്രോളിന് 113 രൂപയോളമാണ് വില. കടലിൽ നിന്ന് കുഴിച്ചെടുത്ത് ഇന്ത്യയിലെത്തിച്ച് നമ്മുടെ റിഫൈനറികളിൽ ശുദ്ധീകരിച്ച് പുറത്തു വരുമ്പോൾ 1 ലിറ്ററിന് വെറും 54 രൂപ 20 പൈസ മാത്രമാണ് ഇതിൻ്റെ അടിസ്ഥാന വില. അതിനോട് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടിയായ 19 രൂപ 90 പൈസ ചേരുമ്പോൾ വില 74 രൂപ 10 പൈസയാകുന്നു. പിന്നെ ഡീലർ കമ്മീഷൻ 4 രൂപ 10 പൈസയും കേരളത്തിൻ്റെ സ്റ്റേറ്റ് വാറ്റും സെസ്സും ചേർന്നുള്ള 35 രൂപ 30 പൈസയും കൂടി ചേരുമ്പോഴാണ് പമ്പിൽ നമുക്കിത് 113 രൂപയ്ക്ക് കിട്ടുന്നത്. ഇതേ കഥ തന്നെയാണ് ഡീസലിൻ്റെയും. റിഫൈനറിയുടെ ഗേറ്റ് കടക്കുമ്പോൾ 57 രൂപ 80 പൈസ മാത്രമുള്ള ഡീസലാണ് നമ്മൾ 102 രൂപയ്ക്ക് വാങ്ങുന്നത്. കോടിക്കണക്കിന് വരുന്ന ഈ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും വിദേശ നാണയ ശേഖരത്തെയുമാണ് ഓരോ ദിവസവും ചോർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയ്ക്ക് ഇനി എന്തെങ്കിലും ഇളവ് വരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഗവൺമെൻറ്റുകൾ ഈ വാഹനങ്ങൾ പെട്ടെന്ന് നിരോധിക്കുന്നില്ല എന്നേയുള്ളൂ. പക്ഷേ ഭാവിയിൽ സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് ഇന്ധനവിലയെ മാറ്റിക്കൊണ്ട് ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ അവർ നിർബന്ധിതരാകും. കാരണം ഈ ഭീമമായ ഇന്ധന ഇറക്കുമതി ചെലവ് ചുമക്കാൻ രാജ്യത്തിന് അധികം നാൾ സാധിക്കില്ല. ഇലക്ട്രിക് വാഹനങ്ങളും ബയോ ഇന്ധനങ്ങളും പോലുള്ള ബദലുകൾ മുന്നിലുള്ളപ്പോൾ നമ്മൾ മാറിയേ തീരൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് പൂർത്തിയാകുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് channelion.com.